അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അരോമ ടിവിയുടെ ഈ ചാനലിലൂടെ ഇതിനോടകം അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതാനുഭവങ്ങളും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അത് പ്രേക്ഷകർക്ക് വളരെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നറിയാൻ കഴിയുന്നത് വളരെ സന്തോഷമുണ്ട്. ഈ ചാനലിലൂടെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ സമർപ്പണത്തിന്റെ ശുശ്രൂഷയുടെയും വേറിട്ട അനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ വിവിധ സാഹചര്യങ്ങൾ ആരാലും അറിയപ്പെടാതെ കഴിയുന്ന കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന പ്രിയപ്പെട്ടവരെ പ്രേക്ഷകരുടെ മുൻപാകെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന സിസ്റ്റർ മിനി മാത്യു. ഉത്തർപ്രദേശിലെ മധ്യഭാരതത്തിൽ ഭോപ്പാലിൽ താമസിച്ചുകൊണ്ട് ദീർഘവർഷങ്ങളായി ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിനോടൊപ്പം ചേർന്ന് കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന ദേവദാസനും കുടുംബവും അവരുടെ ജീവിതാനുഭവങ്ങൾ അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. പ്രേക്ഷകർക്ക് ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഈ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ മിനി മാത്യുവിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്കും അരോമ ടി വിയിൽ സാക്ഷ്യം പറയുവാൻ ദൈവം സാവകാശമൊരുക്കിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് സാഹചര്യമൊരുക്കിയ പീജങ്ങളോടും പാസ്റ്റർ ദാനിയൽ ജോണിനോടും എൻ്റെ സ്നേഹത്തെ അറിയിക്കുന്നു. അരോമ ടി വിയിൽ വരുന്ന പല സാക്ഷ്യങ്ങളും ഞാനും കേൾക്കുവാനിടയായിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിന് വളരെ അനുഗ്രഹമായി തീർന്നു. ഇനിയും അരോമ ടി വിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അതിൻ്റെ എല്ലാ സംഘാടനകളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് മിനി മാത്യു. എൻ്റെ ഭർത്താവിൻ്റെ പേര് പാസ്റ്റർ രാജു മാത്യു. എനിക്ക് 2 ആൺമക്കളാണ്. മൂത്ത മകൻ ക്ലെമൻസൺ, അവൻ ബാംഗ്ലൂരിൽ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഇളയ മകൻ ഗ്ലാഡ്സൺ ഞങ്ങളോടൊപ്പം BA ഫസ്റ്റ് ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ബാല്യകാലം ഞങ്ങൾ RC ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്തേക്ക് കടന്നു വന്നവരാണ്. എൻ്റെ സ്വദേശം കേരളത്തിലെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ മടവാക്കര എന്ന ജില്ലയിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ അപ്പായുടെ വീട്ടുകാരും അമ്മായിയുടെ വീട്ടുകാരുമെല്ലാം RC ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണ്. ഞങ്ങളൊരു ഫാമിലി മാത്രമാണ് ദൈവഭാഗത്തേക്ക് കടന്നു വരുവാനിടയായത്. ഞങ്ങൾ 3 ആൺമക്കളും 3 പെൺമക്കളും, അങ്ങനെ മൊത്തം 6 പേരാണ്. ഞാൻ 5ാമത്തെ മകളായി ജനിക്കുവാൻ ദൈവം എനിക്ക് ഇടയാക്കി. എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ ഒത്തിരി കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും പട്ടിണിയുടെയും എല്ലാ അവസ്ഥകളിലൂടെ കടന്നുപോയി. എനിക്ക് ഓർമ്മ വെച്ച നാളുകൾ മുതൽ തന്നെ എനിക്ക് പലവിധത്തിലുള്ള രോഗങ്ങളാൽ ഞാൻ ഭാരപ്പെട്ടുകൊണ്ടിരുന്നു. പൈസയുടെ അഭാവം കൊണ്ട് അന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകുവാനോ ചികിത്സിപ്പിക്കാനോ ഒന്നും സാധ്യമായിരുന്നില്ല. അങ്ങനെ ദൈവം തന്നെ സൗഖ്യം തരുമ്പോഴാണ് എനിക്ക് സൗഖ്യം പ്രാപിക്കാനിടയായത്. അങ്ങനെ പല വിധത്തിലുള്ള രോഗത്തിന്റെ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. അടിക്കടിയായി എനിക്ക് രോഗങ്ങളെല്ലാം പിടിപെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ RC ബാക്ക്ഗ്രൗണ്ടിലായതുകൊണ്ട് അമ്മ നാളൊക്കെ നോക്കുന്നൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മ പറയും, എൻ്റെ നാട് ചതയമാണ്, അതുകൊണ്ട് നീ എപ്പോഴും ചതഞ്ഞിരിക്കത്തുള്ളൂ, നിനക്ക് എപ്പോഴും അസുഖങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് പറയാറുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം ദൈവം എന്നെ വിടുവിച്ചു. അങ്ങനെ ചെറുപ്രായം മുതൽ തന്നെ ഞങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നതുകൊണ്ട് ഞങ്ങളുടെ അമ്മായിയുടെ വീട്ടുകാരും അപ്പായുടെ വീട്ടുകാർക്കും എല്ലാം ഞങ്ങളെ വളരെ എതിർക്കുന്ന അവസ്ഥകളായിരുന്നു, നിന്ദിക്കുന്ന അവസ്ഥകളായിരുന്നു. പരിഹാസത്തിൻ്റെയും നിന്ദകളുടെയും അവഗണനകളും തിരസ്കരിക്കപ്പെടുകളെല്ലാം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. സ്വന്തം സഹോദരങ്ങളാൽ തിരസ്കരിക്കപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു എൻ്റെ ബാല്യകാലം മുതൽ. ഒത്തിരി അപകടങ്ങളിൽ നിന്നും എന്നെ ഈ ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ തന്നെ ശത്രുവായൻ പല വിധത്തിലും പരിശ്രമിച്ചു. എന്നാൽ ദൈവം അവിടെയെല്ലാം എന്നെ അത്ഭുതകരമായി സൂക്ഷിച്ചു, പരിപാലിച്ചു. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു ദിവസം ഉച്ചയ്ക്ക് തുണി കഴുകാനായിട്ട് കിണറ്റിലേക്ക് വെള്ളം കോരുവാൻ പോവുകയിടയായി. ആ സമയത്ത് ഒത്തിരി വെള്ളമുള്ളത് കൊണ്ട് കയറ് കുറച്ച് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൊളത്തിടുവാനായിട്ട് ഞാൻ തുടിക്കാലിലേക്ക് നീങ്ങിയപ്പോൾ പെട്ടെന്ന് ആ തുടിക്കാൽ ഒടിയുകയും
ഞാൻ നിറയുള്ള വെള്ളമുള്ള കിണറ്റിൽ വീഴുവാനിടയായി. കിണറ്റിൽ വീണ് ഞാൻ മുകളിലേക്ക് പൊങ്ങി വന്നപ്പോൾ ഒരു കയറ് കിടക്കുന്നത് കണ്ടു. ആ കയറിൽ പിടിച്ചു നിന്ന് ഞാൻ എല്ലാവരെയും വിളിക്കുവാനിടയായി. അങ്ങനെ എല്ലാവരും ഓടി വന്ന് എന്നെ കിണറ്റിൽ നിന്ന് കയറ്റുവാനിടയായി. ഒരു പോറൽ പോലും ഏൽക്കാതെ ദൈവം എന്നെ അവിടെ അത്ഭുതകരമായി സൂക്ഷിച്ചു. അതിനുശേഷം പാമ്പിന്റെ കടിയിൽ നിന്ന് ദൈവം എന്നെ അത്ഭുതകരമായി വിടുവിച്ചു. ഞങ്ങളുടെ പാസ്റ്റർ കടന്നു വന്ന് ബൈബിൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ മുറ്റത്തെ തിണ്ണയിൽ ചാരി നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന സമയത്ത് ഒരു പൂച്ച പാമ്പിനെ ഓടിപ്പിച്ചു കൊണ്ടുവന്നു അവിടെ കൊണ്ടുവന്ന് നിർത്തി. എന്റെ ചേച്ചി പെട്ടെന്ന് കണ്ടു. എന്നോട് പറഞ്ഞു, ഇനി നിന്റെ കാലിന്റെ അടിയിൽ പാമ്പുണ്ട്. ഞാൻ പെട്ടെന്ന് പുറകിലേക്ക് എടുത്തു മാറിയപ്പോൾ പാമ്പ് അകത്തേക്ക് കയറി വരുവാനിടയായി. എന്നാൽ പാസ്റ്റർ ഉണ്ടായിരുന്ന പുസ്തകം ആ പാമ്പിന്റെ മേലെ എറിഞ്ഞപ്പോൾ പാമ്പ് ഇറങ്ങിപ്പോയി. അങ്ങനെ പാമ്പിനെ തല്ലി കൊന്നു. വലിയൊരു വിഷമുള്ള പാമ്പായിരുന്നു. ആ കാല് ആ പാമ്പിന്റെ മേൽ പ്രസ്സായിരുന്നെങ്കിൽ ആ സമയത്ത് ഞാൻ പാമ്പിന്റെ കടി കൊണ്ട് ഈ ലോകത്ത് മാറ്റപ്പെടാമെന്ന അവസ്ഥയായിരുന്നു. എന്നാൽ അവിടെയും ദൈവം എന്നെ അത്ഭുതകരമായി സൂക്ഷിച്ചു. ആക്സിഡന്റുകൾ എൻ്റെ ജീവിതത്തിൽ പല പ്രാവശ്യം കടന്നു വന്നിട്ടുണ്ട്. ഒരു ദിവസം സ്കൂളിൽ നിന്ന് പോയി വരുന്ന സമയത്ത് ഒരു വാൻ എൻ്റെ സൈഡിൽ കൂടെ കടന്നു പോയപ്പോൾ പെട്ടെന്ന് ഒരു വലിയൊരു ശബ്ദം കേട്ടു. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ചുറ്റുപാടുള്ളവരെല്ലാവരും എൻ്റെ കൂടെ വരുന്ന എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു, ഡി നിന്നെ വണ്ടി ഇടിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ വണ്ടി ഒന്നും ഇടിച്ചില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, നോക്ക്, എല്ലാവരും നോക്കുന്നു കണ്ടോ നിന്നെ. അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാതെ വീട്ടിൽ ചെന്ന് ബാഗിൽ നിന്ന് ചോറിന് കൊണ്ടുപോയി ടിഫിൻ എടുത്ത് പുറത്തേക്ക് എടുത്തപ്പോൾ ആ ടിഫിൻ മൊത്തം ചിളങ്ങി നശിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അഥവാ ആ സൈഡിൽ എൻ്റെ ബാഗ് ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ വലിയൊരു അപകടം എനിക്ക് സംഭവിക്കുമായിരുന്നു. എന്നാൽ ദൈവം അവിടെ നിന്നും എന്നെ അത്ഭുതകരമായി സൂക്ഷിച്ചു, പരിപാലിച്ചു. അങ്ങനെ പല വിധത്തിലുള്ള രോഗങ്ങളുടെയും പരിഹാസങ്ങളുടെയും പട്ടിണിയുടെയും അവസ്ഥകളിലെല്ലാം ഞങ്ങൾ കടന്നുപോയി. ഒരു നേരത്തെ വയറു നിറയെ ആഹാരം കഴിക്കണമെങ്കിൽ എൻ്റെ അമ്മയുടെ ഭവനത്തിൽ പോകണമായിരുന്നു. അമ്മയുടെ സഹോദരന്മാരുടെ ഭവനത്തിൽ പോയാലാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല ഭക്ഷണങ്ങൾ കഴിക്കുവാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ എൻ്റെ അപ്പായ്ക്ക് മാത്രമാണ് ജോലി ഉണ്ടായിരുന്നത്. അപ്പയുടെ ഒരു വരുമാനം കൊണ്ട് ഞങ്ങളുടെ വീട് മൊത്തം പുലർത്തേണ്ട ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഒത്തിരി പട്ടിണിയുടെയും കഷ്ടപ്പാടുകളിലൂടെ എല്ലാം കടന്നുപോയി. അവിടെയൊന്നും ആ സമയത്തും ഞാൻ അമ്മയോടൊന്നും പെറുക്കാവുന്ന അവസ്ഥകളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ വിദ്യാഭ്യാസം തുടർന്ന് പഠിക്കുവാൻ എനിക്ക് സാധിക്കാത്ത അവസ്ഥകളും കടന്നു വന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്പായ്ക്ക് ഒരു വലിയ മേജർ ഓപ്പറേഷൻ ഇടയാകേണ്ട വന്നു. ഹെർണിയയുടെ അസുഖം മൂലം ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥയുണ്ടായി. അപ്പോൾ ഞാൻ അപ്പയോട് പറഞ്ഞു, അപ്പ എനിക്ക് തുടർന്ന് പഠിക്കണം. അപ്പ പറഞ്ഞു, സഹോദരന്മാരോട് ചോദിക്കുന്നു പറഞ്ഞു. ഞാൻ സഹോദരന്മാരോട് ചോദിച്ചപ്പോൾ സഹോദരന്മാർ പറഞ്ഞു, പെങ്കൊച്ചുങ്ങൾ എത്ര പഠിച്ചിട്ട് എന്നാ ചെയ്യാൻ, എഴുതാനും വായിക്കാനും അറിയത്തില്ലേ, അത് മതി എന്ന് പറഞ്ഞ് തുടർന്ന് എനിക്ക് പഠിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടായി. അങ്ങനെ ഞങ്ങളുടെ ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മൂത്ത സഹോദരൻ ബാംഗ്ലൂരിൽ ജോലിയോടുള്ള ബന്ധത്തിൽ ബാംഗ്ലൂരിലായിരുന്നു. അപ്പോൾ ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ വെച്ച് സഹോദരൻ ദൈവഭാഗത്തേക്ക് കടന്നു വരുവാനും കർത്താവിനെ സന്ദർശിതാവായി സ്വീകരിക്കുവാനും എല്ലാം ഇടയായി. അതിനുശേഷം സഹോദരൻ ഭവനത്തിലേക്ക് കടന്നു വന്നു. കുറച്ചു നാളിന് ശേഷം അമ്മയും എൻ്റെ ചേച്ചിയും 2ാമത്തെ സഹോദരനും എല്ലാം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. കുറെ നാളുകൾക്ക് ശേഷം എൻ്റെ അപ്പായും ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നു. എൻ്റെ അപ്പൻ ഒരു മദ്യപാനിയായിരുന്നില്ല, ബീഡി വലിക്കുമായിരുന്നു. വിശേഷ ദിവസങ്ങളെല്ലാം മദ്യപിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ചുറ്റും താമസിക്കുന്ന ഞങ്ങളുടെ റിലേറ്റീവ്സ് ആണ്, അപ്പയുടെ സഹോദരന്മാരാണ്. അവരെല്ലാം ദിവസവും മദ്യപിച്ചു വന്ന് വീട്ടിൽ ഒത്തിരി വഴക്കും പ്രയാസങ്ങളെല്ലാം ഉണ്ടായി. എന്നാൽ എൻ്റെ അപ്പ അങ്ങനെ മദ്യപിക്കുകയോ വീട്ടിൽ വഴക്കൊന്നും ഉണ്ടാക്കില്ലായിരുന്നു. എന്നാലും അപ്പായ്ക്ക് രക്ഷിക്കപ്പെടുവാൻ ഒത്തിരി സമയമെടുത്തു. ദൈവഭാഗത്തേക്ക് കടന്നു വരാനിടയായി. എൻ്റെ 3ാമത്തെ സഹോദരൻ ഇപ്പോഴും ദൈവഭാഗത്തേക്ക് കടന്നു വന്നിട്ടില്ല, മുഴുവൻ മദ്യപാനിയായി ജീവിക്കുകയാണ്. അങ്ങനെ എൻ്റെ ബാല്യകാലം മറക്കാനാവാത്ത സംഭവങ്ങളിലൂടെ ദൈവം എന്നെ അത്ഭുതകരമായി വഴി നടത്തി. അതിനുശേഷം രക്ഷിക്കപ്പെടുവാൻ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനിടയാക്കി. ഞങ്ങളുടെ പാസ്റ്റർ കെ തോമസ് ആയിരുന്നു. പാസ്റ്റർ എല്ലാ ആഴ്ചയും വീട്ടിൽ വന്ന് ബൈബിൾ ക്ലാസ് നടത്തുക പതിവായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ വചനം കേട്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 1987 കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനും 1988 കർത്താവിനെ ജലത്തിൽ സ്നാനപ്പെടുത്തുവാനും ദൈവം എന്നെ സഹായിച്ചു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയുവാനും തുടർന്ന് സഭകളിലെല്ലാം സജീവമായി കർത്താവിന്റെ വചനം പഠിക്കുവാനും സൺഡേ സ്കൂളിലെല്ലാം പഠിക്കുവാനും അതിനുശേഷം തുടർന്ന്
സൺഡേ സ്കൂൾ ടീച്ചറായും PIPയുടെ സെക്രട്ടറിയായും എല്ലാം സേവനം അനുഷ്ഠിക്കുവാനെല്ലാം ദൈവം എന്നെ സഹായിച്ചു. അതിനുശേഷം ഞാൻ കൺവെൻഷനുകളിലെല്ലാം ഞാൻ പോകുമ്പോൾ എപ്പോഴും ഫ്രണ്ട് സീറ്റിൽ പോയിരിക്കുമായിരുന്നു. അവിടെ വെച്ച് പാട്ടും അതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എനിക്ക് ഇതേപോലെ നല്ല പോലെ പാട്ട് പാടുന്നു, ദൈവത്തിന്റെ വചനം നല്ല പോലെ പ്രസംഗിക്കുന്ന ഒരു ദൈവദാസനെ എനിക്ക് തക്ക തുണയായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുവാനിടയായിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ 20-ാം വയസ്സ് മുതൽ എനിക്ക് വിവാഹാലോചനകളെല്ലാം വരുവാനിടയായി. എൻ്റെ ഹസ്ബൻഡ് ഇടുക്കിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം എന്നെ പെണ്ണ് കാണുവാൻ വന്നു. അപ്പോൾ എല്ലാം അവരെ ഓക്കെ പറഞ്ഞേച്ചു പോയി. അതിനുശേഷം എൻ്റെ ബന്ധുമിത്രാദികളെല്ലാവരും എന്നോട് പറഞ്ഞു, അവിടെ ഒത്തിരി തണുപ്പാണ്, അവിടെ കുന്നുമലകളാണ്, അവിടെ നീ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ നിരുത്സാഹപ്പെടുത്തുവാനിടയായി. അപ്രകാരം ഞാൻ അപ്പയോട് പറഞ്ഞു, എനിക്ക് ഈ വിവാഹം വേണ്ട എന്ന്. അങ്ങനെ ആ വിവാഹം പപ്പ പറഞ്ഞു ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുവാനിടയായി. ഇതിന്റെ ശേഷം ദേവദാസൻ ഇടുക്കിയിൽ നിന്ന് വടക്കേന്ത്യയിലേക്ക് കർത്താവിന്റെ വേലയ്ക്കായി കടന്നു വന്നു. അതിനുശേഷം 2-3 ആലോചനകൾ എനിക്ക് വരുവാനിടയായി. ഒന്നെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ചെറുക്കൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ അത് എല്ലാം തട്ടിപ്പോകുവാനിടയായി. അപ്പോൾ അപ്പ എന്നോട് പറയുമായിരുന്നു, അന്ന് ആ ചെറുക്കനെ കല്യാണം കഴിച്ചെങ്കിൽ സുഖമായിരുന്നു ജീവിക്കാമായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞു, ദൈവഹിതം എന്താണെങ്കിൽ അത് തന്നെ നടക്കട്ടെ എന്ന്. ആ സമയങ്ങളിൽ ഒരു ദൈവദാസിയെ ദൈവത്തിന്റെ ആലോചന എന്നോട് പറയുവാനിടയായി, ഞാൻ നിന്നെ ഇവിടെ നിന്ന് വേരോടെ പിഴുതെടുത്ത് വേറൊരു സ്ഥലത്തേക്ക് പറിച്ചു നടുമെന്നൊരു ദൈവത്തിന്റെ ആലോചന കേൾക്കുവാനിടയായി. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് അന്ന് നോർത്ത് ഇന്ത്യയെ കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. അതിനുശേഷം 6 മാസത്തിന് ശേഷം കർത്താവിന്റെ ദാസൻ വീണ്ടും എന്നെ പെണ്ണ് കാണുവാനും ഇടയായി. അപ്രകാരം ഞങ്ങളുടെ വിവാഹം എൻ്റെ 23-ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം നടക്കുവാനിടയായി. 23-ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം നടന്ന വിവാഹത്തിന് ശേഷം 15 ദിവസത്തിനകം ഞങ്ങൾ അവിടെ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു വരുവാനിടയായി. എനിക്ക് ഒത്തിരി ഫർണിച്ചറുകൾ, എല്ലാ സാധനങ്ങളും മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് 2 ബാഗ് തുണി മാത്രമായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു വന്നത്. ഇവിടെ വന്ന് ഞങ്ങളുടെ ലീഡറിന്റെ കൂടെ ഒരു ആഴ്ചവട്ടക്കാലം പാസ്റ്റർ കൂടെ അവിടെ താമസിച്ചു ഇൻഡോറിൽ. അതിനുശേഷം ഞങ്ങൾ മണ്ഡലേശ്വർ എന്ന സ്ഥലത്ത് 1988 അവിടെ കടന്നു വരുവാനിടയായി. അവിടെ ഒരു ഹിന്ദി സഹോദരന്റെ ഭവനത്തിൽ ഞങ്ങൾ ഒരാഴ്ച താമസിച്ചു. അവിടെ വെച്ച് അവരവിടെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഞാനിവിടെ വോമിറ്റിങ് ചെയ്യുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ മല്ലിയുടെ ഇലയുടെ മണം എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ അവർ ഭക്ഷണം കൊണ്ടുവച്ച് ഞാൻ ചപ്പാത്തിയും കോഴിക്കറിയും നല്ല കറികളൊക്കെ ആയിരിക്കും, പക്ഷെ അതിന് ഒരു പ്രാവശ്യം വായിൽ വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഞാൻ ഛർദ്ദിക്കുമായിരുന്നു. അങ്ങനെ അവരുടെ വീട്ടിൽ താമസിച്ച ഒരാഴ്ച മുഴുവൻ ഞാൻ ബ്രെഡ് മാത്രം കഴിച്ച് ജീവിക്കാനിടയായി. അതിനുശേഷം ഞങ്ങൾ അവിടെ CNI-കാരുടെ മിഷൻ കോമ്പൗണ്ട് ഞങ്ങൾക്കൊരു റൂം ലഭിക്കുവാനും അവിടെ പോയി താമസിക്കുവാനും അവിടെ വെച്ച് അരി ഭക്ഷണം എല്ലാം കഴിക്കുവാനിടയായി. നമ്മുടെ നാട്ടിലെ അരിയെല്ലാം മേടിച്ച് ചോറ് വെച്ച് കഴിക്കാനിടയായി. അതിനുശേഷം ഞങ്ങൾ അവിടെ ഞങ്ങൾക്ക് ഒത്തിരി പ്രയാസങ്ങളും പ്രതികൂലങ്ങളെല്ലാം നേരിട്ടു. ക്രിസ്ത്യാനികളിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് ഒത്തിരി അവഗണനകളെല്ലാം വന്നു. പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യം വന്നു. അവിടെ നിന്ന് ഞങ്ങൾ മാറിപ്പോയി. അങ്ങനെ അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ദൂരെയുള്ള ചോട്ടിക്കർഗോൺ എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ റൂം എടുത്ത് ഒരു സ്വന്തമായ ഒരു ഒറ്റപ്പെട്ട ഒരു സെപ്പറേറ്റ് ഭവനം ഞങ്ങൾക്ക് ദൈവം തരുവാനിടയായി. അവിടെ താമസിക്കുമ്പോൾ ഞാൻ പ്രഗ്നന്റ് ആകുവാനും മൂത്ത മോനെ ഞങ്ങൾക്ക് ദൈവം ദാനമായി തരുവാനും ഇടയായി. ആ സമയങ്ങളെല്ലാം ഒത്തിരി പട്ടിണിയുടെയും പ്രയാസങ്ങളുടെയും അവസ്ഥകളിലൂടെ കടന്നുപോയ ദിവസങ്ങളാണ്. ഞങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുവാൻ പോലും ഒത്തിരി പ്രയാസമായിരുന്നു. ഒത്തിരി ദിവസങ്ങൾ ഞങ്ങൾ പട്ടിണി കിടക്കേണ്ട അവസ്ഥകളെല്ലാം വന്നിട്ടുണ്ട്. മണ്ണെണ്ണ ഇല്ലാത്തതുകൊണ്ട്, സ്റ്റൗ കത്തിക്കാൻ മണ്ണെണ്ണ ഇല്ലാത്തതുകൊണ്ട് ചുറ്റുപാടുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി ചുള്ളിക്കമ്പ് പറക്കി കൊണ്ടുവന്ന് സൈക്കിളിൽ കെട്ടി വെച്ച് കൊണ്ടുവന്ന് അടുപ്പിൽ തീ കത്തിച്ച് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്ന അവസ്ഥകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം ദൈവത്തിൽ പെറുക്കാതെ ദൈവസന്നിധിയിൽ ഇരിപ്പാൻ, കർത്താവിന്റെ വേലയിൽ വിശ്വസ്തയോടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. ഹിന്ദിയൊന്നും അറിയത്തില്ലായിരുന്നു, എന്നാലും അവര് പറയുന്ന വാക്കുകളെല്ലാം കേട്ട് ചെറുതായിട്ട് മനസ്സിലാകുമായിരുന്നു. തിരിച്ചു പറയുവാൻ അറിയില്ലായിരുന്നു. ദൈവത്തിന്റെ ദാസൻ ഇവിടുന്ന് ഗോസ്പൽ പാക്കറ്റുകളുമായി സൈക്കിളും കൊണ്ട് വിസിറ്റിങ്ങിന് പോകുമ്പോൾ ദൈവസന്നിധിയിൽ മുടങ്കാലുകളും മടക്കി പ്രാർത്ഥിച്ച് ആരാധിച്ചും ദൈവത്തിൽ നിന്ന് ബലം പ്രാപിപ്പാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. രോഗങ്ങളും പ്രയാസങ്ങളെല്ലാം കടന്നു വന്ന സമയത്തെല്ലാം മരുന്ന് ഉപയോഗിക്കാതെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ച് പല പ്രാവശ്യം അത്ഭുതകരമായ പല രോഗങ്ങളിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചിട്ടുണ്ട്. ഞങ്ങൾ വിവാഹം കഴിച്ചു വരുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ
ഒരു പ്രാർത്ഥന ഇത് ഇത്ര മാത്രമായിരുന്നു. കർത്താവെ, എൻ്റെ മകൾ നിന്റെ വേലയ്ക്ക് വേണ്ടി പോവുകയാണ്, അവർക്ക് തുച്ഛമായ പൈസ ലഭിക്കുകയുള്ളൂ, ആ പൈസ ഡോക്ടർമാരുടെ ഇടയിൽ കൊണ്ടുകൊടുക്കാൻ ഇടയാകരുത് എന്ന് എൻ്റെ അമ്മയുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ഞങ്ങൾ ഇതുവരെയും ഒരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആകുവാനുള്ള സാഹചര്യം ദൈവം ഇടയാക്കിയിട്ടില്ല. അതിനുശേഷം അവൾ കഷ്ടതയും പ്രയാസങ്ങളെല്ലാം കടന്നുപോയി. അവിടെ 2 വർഷം 3 വർഷം ദൈവത്തിന്റെ വേല, മണ്ഡലേശ്വരം എന്ന സ്ഥലം ദൈവത്തിന്റെ വേല ചെയ്യുവാനിടയായി. ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം ഒരു വിശ്വാസികൾ പോലും ഇല്ലാത്ത ഒരു പുതിയ സ്ഥലത്താണ് ദൈവത്തിന്റെ ദാസന് ദർശനം ഉള്ളത്. പുതിയ സ്ഥലത്ത് പോയി പുതിയ സഭകൾ സ്ഥാപിക്കുക എന്നായിരുന്നു. അങ്ങനെ അവിടെ കടന്നു പോയി 6 മാസത്തിനുള്ളിൽ 6 പേര് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും അവിടെ ഒരു ചെറിയ സഭ സ്ഥാപിക്കുവാൻ ദൈവം ഇടയാക്കി. 3 വർഷത്തിന് ശേഷം അവിടെ ഒരു നല്ലൊരു ദൈവദാസനെ ഏൽപ്പിച്ചു ഞങ്ങൾ വേറൊരു പുതിയ സ്ഥലത്തേക്ക്, ബടുവാഹ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 2000 ബടുവായിലേക്ക് കടന്നുപോയി. അവിടെ 8 വർഷകാലം കർത്താവിന്റെ വേലയിലായിരിക്കാൻ ദൈവം സഹായിച്ചു. അവിടെയും പലവിധ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ശത്രുവായ ഞങ്ങളെ തുടച്ചു നീക്കുവാനുള്ള അങ്ങനെ പലവിധത്തിലുള്ള പ്രതിസന്ധികളും കടന്നു വന്നപ്പോഴും അവിടെയെല്ലാം ദൈവം ബലപ്പെടുത്തി. അവിടെ വെച്ച് പ്രവർത്തനങ്ങളൊന്നും ആരും ദൈവസ്ഥാനത്തിലേക്ക് കടന്നു വരാനൊന്നും ഇടയായില്ല. ശക്തമായ എതിർപ്പുകളും ശത്രുവിന്റെ പോരാട്ടങ്ങളുമുള്ള സ്ഥലമായിരുന്നു അത്. അങ്ങനെ ദൈവത്തിന്റെ ദാസൻ അവിടെ 40 ദിവസം വെച്ച് 3 പ്രാവശ്യം ഫാസ്റ്റിംഗ് ചെയ്യുവാനെല്ലാം ഇടയായി. ആ സമയത്താണ് ഞാൻ ഇരയാകുന്നത്. അവൾ ആ സമയത്ത് ഭക്ഷണം കഴിക്കുവാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊച്ചിന് വേണ്ടതായ വളർച്ചയൊന്നും ഇല്ലാതെ 8-ാം മാസം ആകുന്നതിന് മുൻപേ തന്നെ അതിന്റെ ഡെലിവറി നടക്കുവാനിടയായി. ആ പൈതൽ ഞങ്ങളുടെ ഭവനത്തിൽ വെച്ച് ആദ്യമായി ഉണ്ടായ ഒരു പെൺകൊച്ചായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ പെൺകൊച്ചുങ്ങൾ ഇല്ല. ഞങ്ങൾ 6 ആൺകൊച്ചുങ്ങളാണുള്ളത്. ദൈവം ഞങ്ങൾക്ക് തന്ന ആദ്യത്തെ ഒരു പൈതലായിരുന്നു ഞങ്ങളുടെ ഭവനത്തിൽ. എന്നാൽ ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവം 1.25 വയസ്സ് വരെ മകൾ ഞങ്ങളുടെ കൂടെ ജീവിച്ചു. കൊച്ചിന് 6 മാസം വരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. 6 മാസം വരെ അവള് നല്ല കളിച്ചും ചിരിച്ചും കമിഴ്ന്ന് വീണും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഫിക്സ് വന്നതിന് ശേഷം ആ കൊച്ച് ദിവസത്തിൽ ആ സമയത്ത് ദേവദാസൻ ഭവനത്തിലുണ്ടായിരുന്നില്ല. ഞാൻ വന്നപ്പോ പറഞ്ഞു, കൊച്ചിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ദേവദാസൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം വിടുവിക്കും. അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം വരുന്നു, പിന്നെ അത് 2 ദിവസമായി. അങ്ങനെ ദിവസത്തിൽ 2-3 പ്രാവശ്യം വരെ വരുവാൻ ഇടയായി ഫിക്സ്. അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളും വേദനകളിലൂടെ കടന്നുപോയി. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ പൈസ ഇല്ലാത്തത് കൊണ്ടൊന്നും ആ സമയങ്ങളിൽ ഡോക്ടറെ കാണിക്കുവാൻ ഇടയായില്ല. അതിനുശേഷം കുറെ നാൾക്ക് ശേഷം 5-6 മാസത്തിന് ശേഷമാണ് പിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു, കൊച്ചിന്റെ ബുദ്ധി അത് ഒത്തിരി ബാധിച്ചു. ആ ഫിക്സ് വന്നതിന് ശേഷം പിന്നെ കൊച്ച് കമിഴ്ന്ന് കിടക്കുവാനോ ചിരിക്കുവാനോ ഒന്നും ഇടയായില്ല. കിടന്ന കിടപ്പ്, ഇപ്പൊ ജനിച്ച കൊച്ചുങ്ങളെ പോലെ കിടന്ന കിടപ്പാണ്. അങ്ങനെ മാസത്തിൽ 3 ആഴ്ച ഹോസ്പിറ്റലിലായിരിക്കും ഞങ്ങള്. അങ്ങനെ ഞാൻ ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി പേര് പ്രാർത്ഥനയ്ക്ക് കടന്നു വരുമായിരുന്നു. രോഗികളായവരും ഭൂതം ബാധിച്ചവരും കൈവശബാധിതയുള്ളവരെല്ലാം കടന്നു വരും. അപ്പോൾ അവർക്ക് വേണ്ടി രാത്രിയും പകലുമില്ലാതെ പ്രാർത്ഥിക്കും. ചില സമയങ്ങളൊന്നും ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കുവാൻ പോലും സമയമില്ലാതെ രാത്രിയും പകലും ഇരുന്ന് ജീവിതങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. കൈവശമെല്ലാം അവർ ഹോളിനകത്ത് വന്ന് ഛർദ്ദിച്ചിടുമ്പോൾ രാത്രിയിൽ ഞാൻ തന്നെ അത് വൃത്തിയാക്കുമായിരുന്നു. എന്നാൽ ഞാൻ കൂടെ വേറെ ആരും ഇല്ലായിരുന്നു, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള അവസ്ഥകളിലും കൊച്ചിന് ഈ അസുഖം വന്നപ്പോൾ ഞാൻ ദൈവത്തിനോട് ഒരു ചോദ്യം ചോദിച്ചു, കർത്താവേ, ഒത്തിരി പേര് ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ദൈവനാമത്തിൽ സൗഖ്യവും വിടുതലും പ്രാപിച്ചു പോകുന്നുണ്ട്. ഞങ്ങളുടെ മോൾക്ക് ഒരു സൗഖ്യം കിട്ടിയെങ്കിൽ പലരും ഞങ്ങളോട് ഇതൊരു ചോദ്യമായിരിക്കും, എന്തുകൊണ്ട് നിങ്ങളുടെ മകൾക്ക് ദൈവം സൗഖ്യം തന്നില്ല? അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇങ്ങനെ കൂടെ ആശുപത്രിയിൽ പോകുവാൻ സാധ്യമല്ല. കർത്താവ് നീ ഞങ്ങൾക്ക് വളർത്തുവാൻ ഞങ്ങളുടെ മകളെ തരുന്നെങ്കിൽ പൂർണ്ണ സൗഖ്യത്തോടെ ഞങ്ങൾക്ക് വളർത്തുവാൻ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ കർത്താവ്, ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ എൻ്റെ മകളെ കേരളത്തിലേക്ക് കൊണ്ടുപോകത്തില്ല എന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. അങ്ങനെ കൊച്ചിന് 1 വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയത്തിയുടെ വിവാഹം കാര്യങ്ങളെല്ലാം ശരിയായി. വീട്ടിൽ നിന്ന് ലെറ്റർ വന്നു, അനിയത്തിയുടെ വിവാഹമാണ്, നിങ്ങൾ കടന്നു വരണം എന്ന് പറഞ്ഞു. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ്, ഈ അവസ്ഥയിൽ കൊച്ചിനെ കൊണ്ടുപോയ സഹോദരങ്ങളും കുടുംബക്കാരും എല്ലാവരും എന്നെ നിന്ദിക്കും, പരിഹസിക്കും, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അങ്ങനെ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തു. ഞങ്ങളുടെ പാസ്റ്റേഴ്സിന്റെ
എല്ലാ മാസവും പാസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് നടക്കാറുണ്ട്. അങ്ങനെ ഇൻഡോറിൽ പാസ്റ്റേഴ്സ് മീറ്റിംഗ് 3 ദിവസത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും കടന്നുപോയി. അവിടുന്ന് മീറ്റിംഗ് കഴിഞ്ഞ് നാട്ടിലേക്ക് വരാമെന്ന് കരുതി ടിക്കറ്റും എല്ലാം എടുത്ത് ഞങ്ങൾ മീറ്റിങ്ങിന് കടന്നുപോയി. മീറ്റിങ്ങിന്റെ 3-ാമത്തെ ദിവസം കൊച്ചിന് ഒത്തിരി പനിയായി ഭാരപ്പെട്ട് അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ അഡ്മിറ്റ് ആക്കി. അങ്ങനെ നാട്ടിൽ പോക്ക് ക്യാൻസലായി. നാട്ടിൽ പോകാൻ സാധിച്ചില്ല. ഇതൊരു വിവാഹത്തിന് കൂടുവാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു 2 ആഴ്ച കൊച്ചു ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റായി. അതിനുശേഷം വീണ്ടും ഞങ്ങൾ ഭവനത്തിലേക്ക് തിരിച്ചു വന്നു. കൂടെ കൊച്ചിന് അസുഖമാണ്. അത് കാരണം എനിക്ക് വീട്ടിലത്തെ ജോലികളൊന്നും ചെയ്യുവാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഒരു ദിവസം കൊച്ചിനിങ്ങനെ ഒത്തിരി കഫം, മുലപ്പാൽ കുടിക്കുന്നത് പോലെ അവൾക്ക് ദഹിക്കാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ കൊച്ചിനെ ഡോക്ടറെ കാണിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. പനിയായിരുന്നു, കഫക്കെട്ടും ഉണ്ടായിരുന്നു. ഇപ്പൊ രാവിലെ ഞാൻ മൂത്ത മോന് സ്കൂളിൽ പോകുമ്പോൾ ടിഫിൻ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് അവന്റെ ടിഫിൻ തയ്യാറാക്കുവാൻ അടുക്കളയിലേക്ക് കടന്നുപോയി. അപ്പോൾ ദേവദാസൻ പറഞ്ഞു, കൊച്ച് ഒത്തിരി പ്രയാസപ്പെടുന്നുണ്ട്, അവളെ ഇച്ചിരി നേരം കമത്തി കിടത്തട്ടെ, ഞാൻ അവളുടെ കഫം ഒന്ന് പോകാൻ വേണ്ടി കമത്തി കിടത്തട്ടെ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കമത്തി കിടത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അടുക്കളയിൽ കൊച്ചിന് ടിഫിൻ എല്ലാം തയ്യാറാക്കിയതിന് ശേഷം അകത്ത് വന്ന് കൊച്ചിനെ നിവർത്തി നോക്കിയപ്പോൾ കൊച്ചിയില ഒന്ന് മാറ്റിപ്പെട്ടിരുന്നു. ദേവദാസന് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. ദേവദാസൻ വേഗം അവിടെ അടുത്തുള്ള സ്കൂളിലെ ഒരു സാറിന് ഫോൺ ചെയ്ത് വിളിച്ച് വേഗം കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു കൊച്ചി ഞങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ളത്. 2 ദിവസം 3 ദിവസമായിട്ട് തുണികളൊന്നും കഴുകാതെ ഞാൻ അതെല്ലാം ബക്കറ്റിൽ സോപ്പും പൊടിയിൽ വെച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു. ഞാൻ വേഗം പോയി ആ തുണികളെല്ലാം കഴുകിയിട്ടു. വീടെല്ലാം അടിച്ചു വാരി എല്ലാ കാര്യങ്ങളും ചെയ്തു. അതിനുശേഷം ഞാൻ മൂത്ത കൊച്ചിനന്ന് 6 വയസ്സുണ്ടാവുന്നോട് ഞാൻ പറഞ്ഞു, മോനെ അപ്പുറത്ത് പോയിട്ട് അപ്പുറത്ത് വിട്ടിട്ട് ആന്റിയെ എല്ലാം വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവർ വരുമ്പോഴത്തേനും കൊച്ചിനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ 1.25 വയസ്സ് വരെ ഞങ്ങളുടെ മകൾ ഞങ്ങളുടെ കൂടെ ജീവിച്ചിരുന്ന കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അവിടെയെല്ലാം തളർന്നു പോയ അവസ്ഥകളെല്ലാം ഉണ്ട്. എന്നാൽ അവിടെയും ദൈവം ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി ദൈവത്തിന്റെ വേലയിലായിരിക്കാൻ 8 വർഷകാലം വിടുവായി കർത്താവിന്റെ വേല ചെയ്യുവാൻ നല്ലൊരു സഭ സ്ഥാപിക്കുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങളുടെ ഒരു വാശിയേറിയ ഒരു പ്രാർത്ഥനയായിരുന്നു, ദൈവമേ ഇവിടെ എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാരും ദൈവഭാഗത്തേക്ക് കടന്നു തരണം. അങ്ങനെ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് എല്ലാ താഴ്ന്ന ജാതിയിൽ തൊട്ട് മുതിർന്ന ജാതിയിൽപ്പെട്ട എല്ലാ ആളുകളും ദൈവസ്ഥാനത്തിലേക്ക് കടന്നു വരുവാൻ നല്ലൊരു വലിയൊരു സഭ സ്ഥാപിക്കുവാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം അവിടെ ഒരു നല്ല സഭ വന്നതിന് ശേഷം അവർ സ്തോത്രാഴ്ചയോ അങ്ങനെയുള്ള പരിപാടികളൊന്നും എടുക്കാതെ ഒരു ദേവദാസനെ ആ സഭയെ ഏൽപ്പിച്ചു വെച്ച് ഞങ്ങൾ പുതിയൊരു സ്ഥലത്തേക്ക് 2008 കണ്ടുവ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടന്നു പോകാനിടയായി. കണ്ടുവയ്ക്ക് കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ എന്റെയും എൻ്റെ ഹസ്ബൻഡേയും ബ്ലഡ് ഗ്രൂപ്പ് അച്ഛൻ പോസിറ്റീവും എൻ്റെ നെഗറ്റീവ് ബ്ലഡും ആയതുകൊണ്ട് 3ാമതൊരു കൊച്ചിന് ഞങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യമായിരുന്നില്ല. ഞങ്ങൾ പല ഡോക്ടർമാരുടെയും സഹായം തേടി. ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാത്തതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, ഇനി ഒരു കൊച്ചു ഉണ്ടാകുകയാണെങ്കിൽ അതൊന്നെങ്കിൽ അബോർഷനായി പോകും, അല്ലെങ്കിൽ കൊച്ചിന് വല്ല അംഗവൈകല്യങ്ങളും ഉണ്ടായിരിക്കും, നിങ്ങൾ വെറുതെ റിസ്ക് എടുക്കണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. ദൈവം അതിനായിട്ട് ഒരു വചനം ദേവദാസിന് കൊടുത്തു. യെരമ്യാ 1:5, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്നു, ഞാൻ നിന്നെ ജാതികളുടെ പ്രവാചകനാക്കിയിരിക്കുന്നു എന്നുള്ള യെരമ്യാവിന് കൊടുത്ത ആ വചനം ദൈവത്തിനോട് കൃത്യമായി ഇടപെട്ടു. അങ്ങനെ ആ വചന പ്രകാരം ഞാൻ വീണ്ടും പ്രഗ്നന്റായി. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. സുന്ദരനായ ഒരു മകനെ ഞങ്ങൾ നോർത്തിൽ തന്നെ ഡെലിവറി നടക്കുവാൻ ദൈവം സഹായിച്ചു. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്രകാരം 3ാമത്തെ പൈതൽ ഞങ്ങൾക്ക് ദൈവം ദാനമായി തന്നു. ആ പൈതലിന് ഇപ്പോൾ 21 വയസ്സുണ്ട്. അവൻ BA മാനേജ്മെന്റിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലിനാണ്. ദൈവിക വാക്തത്വമുള്ളൊരു സന്ധിതി ആയതുകൊണ്ട് അവനിലൂടെ ശത്രുവായൻ പല വിധത്തിലും പ്രവർത്തിക്കുവാനിടയായി. കൊച്ചിന് 10 മാസമായതിനു ഉള്ളപ്പോൾ ഞങ്ങളൊരു വീട്ടിൽ വിസിറ്റിംഗ് പ്രയറിന് വേണ്ടി കടന്നു പോകുന്ന സമയത്ത് ഒരു ബൈക്കിൽ ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ട്രാക്ടർ വന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് സൈഡ് തരികയും ഞങ്ങൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഫ്രണ്ടിലത്തെ ട്രാലി ഇങ്ങോട്ട് വെട്ടിച്ച് നിർത്തുവാനിടയായപ്പോൾ പെട്ടെന്ന് ദേവദാസൻ ബൈക്ക് താഴേക്ക് ഇറക്കിയപ്പോൾ ഞാനും പൈതലും ബൈക്കിൽ നിന്ന് താഴെ വീഴുവാനിടയായി. എൻ്റെ കയ്യിലായിരുന്നു കൊച്ച്. മകന്റെ തലയുടെ സ്കിൻ മൊത്തം പോകുവാനിടയായി. അന്ന് മോന് 10 മാസം മാത്രമേ പ്രായമുള്ളൂ. പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടറെല്ലാം അത് ബാൻഡേജ് വെച്ച് ശരിയാക്കി. അതിനുശേഷം CT സ്കാൻ എല്ലാം ചെയ്തു.
പക്ഷെ ദൈവം ഒരു കേടും കൂടാതെ അവനെ സൂക്ഷിച്ചു. ഞങ്ങൾക്ക് കരുതി പൈതലിന്റെ തലയിലെ മുടി ഇപ്പോഴും അവന് തലയിൽ മുടിച്ചിട്ട് കുറവാണ്. അവനെ ഇപ്പോഴും പറയും ആ ആക്സിഡന്റ് വന്ന കാരണം എന്റെ തലയിലെ മുടിയൊന്നും ഇല്ലാത്തതെന്ന്. അങ്ങനെ ദൈവവാക്തമുള്ള പൈതലിനെ ഈ ലോകത്ത് നിന്ന് തുടച്ചു മാറ്റുവാൻ ദൈവം പല വിധത്തിലും ശ്രമിച്ചു. ഇപ്പോഴും അവൻ കോളേജിൽ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളിലും പല പ്രാവശ്യവും അവനെ ബൈക്കിൽ നിന്ന് വീഴുവാനെല്ലാം ഇടയായി. എന്നാൽ ദൈവം അവിടെയും അവൻ അത്ഭുതകരമായി സൂക്ഷിച്ചു പരിപാലിച്ചു. ഇത്രത്തോളം ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു പരിപാലിച്ചു വഴി നടത്തി. പലവിധ അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദൈവം ഞങ്ങളെ അത്ഭുതകരമായി സൂക്ഷിച്ച് അവന്റെ വേലയിൽ വിശ്വസ്തയോടെ ആയിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. 2008 കണ്ടുവയിൽ കടന്നുപോയി. അവിടെയും നല്ലൊരു സഭ സ്ഥാപിക്കുവാൻ ദൈവം സഹായിച്ചു. അവിടെ നല്ലൊരു സഭയായതിനു ശേഷം ഞങ്ങൾ അവിടെ നിന്ന് 2012 മഹാരാഷ്ട്രയിലേക്ക് കടന്നു പോകാൻ ദൈവം ഇടയാക്കി. അവിടെ കടന്നു പോയപ്പോൾ അവിടെ ഒത്തിരി പ്രതികൂലങ്ങളും ആത്മീക തലത്തിൽ നിന്നും ഭൗതിക തലത്തിൽ നിന്നും വളരെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഭീഷണികളെല്ലാം ഞങ്ങൾ നേരിടേണ്ട അവസ്ഥകളെല്ലാം വന്നു. എന്നാൽ ദൈവം അവിടെയും ശദ്രക്കിനെയും അബേദ്നെഗോവിനെയും സൂക്ഷിച്ച് ദൈവം ഞങ്ങളെയും പരിപാലിച്ചു. ആരുടെ മുന്നിൽ ഞങ്ങൾ നിരാശപ്പെടുവാനോ തളർന്നു പോകുവാനോ ഇടയാകാതെ ശത്രുക്കളുടെ മധ്യമേശയൊരുക്കി ഞങ്ങളെ ദൈവം മാനിച്ചു. അവിടെ 4 വർഷക്കാലം ദൈവത്തിന്റെ വേലയിലായിരിക്കാൻ ദൈവം സഹായിച്ചു. ആ സമയത്തെല്ലാം ദൈവത്തിന്റെ വലിയൊരു കരുതൽ ഞങ്ങളുടെ ജീവിതത്തിലുള്ളതിനാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. 10 വർഷക്കാലം സൈക്കിൾ ചവിട്ടി കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അതിനുശേഷം ദൈവം ഞങ്ങൾക്ക് നല്ലൊരു മോട്ടോർ സൈക്കിൾ തരുവാനെല്ലാം ഇടയായി. 2016 ഞങ്ങൾ മഹാരാഷ്ട്രയിൽ നിന്ന് വീണ്ടും ഉജ്ജയിൻ എന്ന പ്രദേശത്തേക്ക് കടന്നു വന്നു. ഉജ്ജയിൻ എന്ന് കേട്ടാൽ തന്നെ തീർത്ഥാടന സ്ഥലമാണ്. അവിടെ ഒത്തിരി പൈശാചിക ബന്ധനങ്ങളുള്ളൊരു സ്ഥലമാണ്. അവിടെ വന്ന് 2 മാസത്തിനുള്ളിൽ വലിയൊരു ആക്സിഡന്റ് ദേവദാസനുണ്ടായി. ബൈക്കിൽ നിന്ന് 1.5 അടി ദൂരത്തിലേക്ക് തെറിച്ചു വീഴുകയും തലയിൽ വലിയ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോകാവുന്ന വലിയൊരു ആക്സിഡന്റ് ദേവദാസനുണ്ടായി. എന്നാൽ ദൈവം അവിടെയും ഒരു കുഴപ്പം കൂടാതെ ഒരു പോറൽ പോലും ഏൽക്കാതെ എന്ന് പറയാം ദൈവം അത്ഭുതകരമായി തന്നെ ദൂതനയച്ച് ദേവദാസനെ സൂക്ഷിച്ചു പരിപാലിച്ചു. അങ്ങനെ ശത്രുവായവൻ ഞങ്ങളെ ഈ ലോകത്തുനിന്ന് കുടുംബമായി തന്നെ തുടച്ചു നീക്കുവാൻ പല വിധത്തിലും പല രീതിയിലും ഞങ്ങൾ മഹാരാഷ്ട്രയിലെല്ലാം താമസിക്കുന്ന സമയത്ത് ഒത്തിരി ആക്സിഡന്റ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. ഞാൻ പല പ്രാവശ്യം ബൈക്കിൽ വീണിട്ടുണ്ട്. എൻ്റെ പല്ലുകളെല്ലാം പോയി. എന്നാലും ദൈവം ഞങ്ങളുടെ ജീവന് ഒരു ഹാനിയും കൂടാതെ ഞങ്ങളെ സൂക്ഷിച്ചു പരിപാലിച്ചു. ദൈവത്തിന്റെ വേലയിൽ വിശ്വസ്തയോടെ ആയിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. 2016 ഉജ്ജയിനിൽ വന്ന് പ്രവർത്തിക്കുവാനും അതിനുശേഷം 2019 ഞങ്ങൾക്ക് ഭോപ്പാലിൽ കടന്നു വന്ന് കർത്താവിന്റെ വേലയിൽ ആയിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇപ്പോൾ ഞങ്ങൾ ഭോപ്പാലിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. കർത്താവ് ആക്കുന്ന സ്ഥലങ്ങളിൽ വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. പല ദിവസങ്ങളും ഞാൻ പലവിധ പ്രശ്നങ്ങളും ഞാൻ ദൈവസന്നിധിയിൽ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ 30 വർഷത്തോളമായി ഇപ്പോൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഇതുവരേക്കും ഞങ്ങൾക്ക് ഒരു പാഴ്സനേജിലോ സ്വന്തമായൊരു ഭവനമോ അങ്ങനെയൊന്നും താമസിക്കുവാൻ ഇടയായിട്ടില്ല. റെന്റഡ് ഭവനത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ പല പ്രാവശ്യം ഞാൻ ചോദിച്ചു, കർത്താവ് എന്തുകൊണ്ടാണ് ഞങ്ങൾക്കൊരു പാഴ്സനേജ് പോലും ലഭിക്കാത്ത എന്തുകൊണ്ടാണ് ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ദൈവം ഒരു ആലോചന തന്നു. ദൈവം നമുക്ക് പരീക്ഷകൾ തരുമ്പോൾ അത് സഹിക്കുവാനുള്ള ശക്തി തരും. സഹിക്കുന്നവർക്ക് മാത്രമേ പരീക്ഷകൾ ജീവിതത്തിൽ കടന്നു വരുത്തുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ നമുക്ക് സഹിക്കാനുള്ള കൃപ തരുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ആശ്വസിച്ച് ദൈവത്തിന് നന്ദി പറയുവാനിടയായി. പലവിധ രോഗങ്ങളും ഇപ്പോഴും ഞങ്ങൾ കടന്നു വന്നാലും ഞാൻ മരുന്ന് ഉപയോഗിക്കത്തില്ല. പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ വിടുതൽ പ്രാപിക്കും. പല പ്രാവശ്യം നിരാശയുടെ സമയത്തും പ്രതികൂലങ്ങളുടെ സമയത്തും ആ സമയത്തെല്ലാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കത്തില്ല. പക്ഷേ എനിക്ക് ആ സമയത്ത് അതിനെ സംബന്ധിക്കുന്ന പാട്ടുകൾ ദൈവം എനിക്ക് തരും. ആ പാട്ടുകൾ പാടി ഞാൻ ദൈവത്തെ ആരാധിക്കും. എനിക്ക് പാട്ട് ഒത്തിരി ഇഷ്ടമാണ്. ദൈവത്തെ ആരാധിക്കുന്നത് ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ ആരാധിച്ച് ദൈവസന്നിധിയിൽ ബലപ്പെടും. എൻ്റെ അമ്മ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും ഞങ്ങളുടെ 2 മക്കളും ഇതുവരേക്കും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒരു ദിവസം പോലും ഞങ്ങൾ ആരും ഹോസ്പിറ്റലിൽ കിടക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. മക്കൾക്ക് പനി വന്നാലോ ജലദോഷം വന്നാലോ അവരമ്മ എന്നോട് പറയാം, അമ്മേ പ്രാർത്ഥിക്ക്, ഞങ്ങൾക്കൊരു ചുക്ക് കാപ്പിട്ടതാ എന്ന് പറയും. ഞാൻ അവർക്ക് കുരുമുളകും ചുക്കും എല്ലാം ഇട്ട് നല്ലൊരു കാപ്പിട്ട് കൊടുക്കും. അവരുടെ പനി അങ്ങനെ മാറും.
ഒരു ദിവസം പോലും ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥകളൊന്നും വന്നിട്ടില്ല. ദൈവാത്ഭുതകരമായി സൂക്ഷിക്കുന്നു, പരിപാലിക്കുന്നു. വിളിച്ച ദൈവം വിശ്വസ്തൻ. ഏലിയാവിനെ പോറ്റിയ ദൈവം ഞങ്ങളെ ഇന്നും അത്ഭുതകരമായി കാക്കയെ അയച്ചു പോറ്റുന്ന ദൈവമായിരിക്കും. ദൈവത്തെ സ്തുതിക്കുകയാണ്. എത്രത്തോളം ദൈവസ്ഥാനത്തിൽ വിശ്വസ്തയോടെ ആയിരിക്കാൻ ദൈവം ഞങ്ങളെയും കുടുംബമായി സഹായിച്ചു. തുടർന്നും ദൈവം എവിടെ ആക്കുന്നുവോ അവിടെ വിശ്വസ്തയോടെ കർത്താവിനെ വേല ചെയ്യുവാൻ ദൈവസന്നിധി ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുകയാണ്, സമർപ്പിക്കുകയാണ്. ഈ സമയം ദുഃഖത്തിലും പ്രയാസങ്ങളുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മളുടെ നിരാശകളുടെ സമയത്തും പ്രതിസന്ധികളുടെ സമയത്തും പെറുപ്പെറുക്കാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ, ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ നമ്മുടെ നിരാശകളെ മാറ്റി, നമ്മുടെ കണ്ണുനീരുകളെ മാറ്റി നമ്മെ ജയോത്സവമായി നടത്തും ദൈവമാണ് നമ്മുടെ ദൈവം. നിരാശകളുടെ സമയത്ത് ദൈവത്തെ പാടി ആരാധിച്ചാൽ നിരാശകളെല്ലാം ദൈവം മാറ്റിത്തരും. ആ ആനന്ദത്തിന്റെ രട്ടുപിടിപ്പിച്ച് ദൈവം നമ്മളെ സന്തോഷത്തിന്റെ വസ്ത്രം ധരിപ്പിക്കുന്ന ഒരു ദൈവമാണ്. ആ പാട്ടുകാരൻ പാടിയതുപോലെ എനിക്കും പറയാനുള്ളത്, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ യേശുവേ. കഴിവുള്ള നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവുള്ള നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ യേശുവേ. അതെ, ദൈവത്തിന്റെ കൃപ ഒന്നും മാത്രമാണ്, ദൈവത്തിന്റെ ദയ ഒന്നും മാത്രമാണ് ഞങ്ങൾ ഇതുവരെ നിലനിർത്തിയത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളോട് എനിക്കൊന്ന് പറയാനുള്ളത്, ദൈവം നമ്മളെ വിളിച്ച് ഈ ഭൂമി സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. അതിന്റെ മധ്യ ശത്രുവായവൻ ഏത് രീതിയിൽ പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും നിരാശകളിലൂടെയും നമ്മളെ കഷ്ടപ്പെടുത്താൻ ശ്രമിച്ചാലും അതിൽ നിന്നെല്ലാം ദൈവം വിടുവിച്ച് ദൈവം തന്റെ ഉദ്ദേശം നിറവേറ്റുക തന്നെ ചെയ്യും. അപ്രകാരം എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുവാനിടയായി. ഇനിയുള്ള കാലങ്ങൾ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ കർത്താവിനോട് നിലനിൽപ്പാൻ എന്നെ തന്നെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെടുന്ന നല്ല സമയത്തിനായി നന്ദി ഹൃദയത്തോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും കഷ്ടങ്ങളുടെയും കണ്ണുനീരിന്റെയും ഇതെല്ലാം മധ്യത്തിൽ കർത്താവെ കണ്ണുനീരിനെ കണ്ട് മറികടന്നു പോകുന്ന ദൈവമല്ല ഞങ്ങളുടെ ദൈവം. കണ്ണുനീരിനെ മാനിച്ച് കർത്താവെ ഞങ്ങളുടെ കണ്ണുനീരിനെ കുപ്പിയിലാക്കി വെക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കഷ്ടതകളും പ്രയാസങ്ങളും പതറിപ്പോകാതെ ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ കർത്താവെ നീ സാക്ഷിക്കെടുക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആരോമ ടിവിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആരോമ ടിവിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അതിനെല്ലാ സംഘാടകരെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സാക്ഷ്യം കർത്താവെ അനേകർക്ക് കർത്താവെ ഒരു അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുവാൻ സ്വർഗമേ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കർത്താവ് കേട്ടിരിക്കാൻ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു കർത്താവിന്റെ സിസ്റ്റർ മിനി മാത്യു. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്ത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കന്മാർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു മകളായി ജനിച്ച് വളർത്തപ്പെട്ട് ബാല്യകാലത്തിലുണ്ടായിരുന്ന എല്ലാ കഷ്ടതയുടെ അനുഭവങ്ങളിൽ നിന്നും ദൈവം വിടുവിച്ച് നല്ല അത്യാവശ്യ വിദ്യാഭ്യാസവും പിന്നത്തേതില് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം, അതിനേക്കാൾ ഉപരിയായി കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചു വേർതിരിച്ച നല്ല അനുഭവങ്ങൾക്കുമായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കുടുംബജീവിതത്തിൽ നേരിട്ട ചില പ്രയാസങ്ങള്, ആദ്യം ജനിച്ചതായ കുഞ്ഞ് ജീവിതത്തില് നഷ്ടമാകുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു.
പിന്നീട് ദൈവം അനുഗ്രഹിക്കപ്പെട്ടതായ ആൺകുഞ്ഞുങ്ങളെയൊക്കെ തന്ന് ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് നിങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ കർത്തൃ ശുശ്രൂഷയിൽ വടക്കേ ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ ദൈവം ആക്കിയിടത്ത് അയച്ച ഇടങ്ങളിലൊക്കെ കർത്താവിന്റെ നല്ല സാക്ഷ്യം വഹിപ്പാൻ, വിശ്വസ്തയോടുകൂടി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളൊക്കെ നിർവഹിപ്പാൻ ദൈവം നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, പിന്നെയും ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാൻ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം പ്രസ്താവിപ്പാൻ സമയം വേർതിരിച്ചതിനും ദൈവസേനയിൽ നല്ല സാക്ഷ്യം പറഞ്ഞതിനും ഒരു പ്രാവശ്യം കൂടെ നന്ദി, സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അരോമ TV ശ്രോതാക്കൾക്കും ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. aromamary.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.